പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ വീണ്ടും ഒരവസരം കൂടി ദൈവം തന്നതിനായി നന്ദി പറയുന്നു. സെലസ്റ്റിയൽ ഹാർപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. സഭയായി ഇന്ന് നാം അനൗൺസിയേഷൻ ടു സഖറിയ എന്ന വിഷയമാണ് ചിന്തിക്കുന്നത്. അതിൽ 25-ാം വാക്യത്തിൽ എലിസബത്ത് പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. സഖറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് റിമെമ്പേഴ്സ്, ദൈവം ഓർക്കുന്നവൻ. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഓത്ത് ഓഫ് യാഹ്വേ, ദൈവത്തിൻ്റെ ഉടമ്പടിക്കാരി. സഖറിയ പുരോഹിതനെയും എലിസബത്തിനെയും ദൈവം എങ്ങനെ ഓർത്തു? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. 400 വർഷക്കാലത്തെ നിശബ്ദതയെ ദൈവം ഇവിടെ ഭേദിക്കുന്നു. സഖറിയാവും എലിസബത്തും നേരുള്ളവരായിരുന്നു. അവരുടെ നടപ്പ് അവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് വിളിച്ചറിയിക്കുന്ന വിധത്തിൽ ആയിരുന്നു. എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്തിരുന്നെങ്കിൽ അവർ യാഗം കഴിക്കുമായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം അവരെ അലട്ടിയിരുന്നു. അവർക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. അവർ പ്രായം ചെന്ന ദമ്പതികളും ആയിരുന്നു. ഒരു എബ്രായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളില്ലാതെ ഇരിക്കുന്നത് അപമാനകരമായ കാര്യമായിരുന്നു. ലേവി ഗോത്രത്തിലെ പുരോഹിതനായ സഖറിയാവ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു വന്നിരുന്നു. ധൂപപീഠത്തിങ്കൽ ധൂപം കാട്ടുന്ന സഖറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും പ്രാർത്ഥനയ്ക്കുത്തരമായി ദൂതൻ പ്രത്യക്ഷനായി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിന് കാരണം നമ്മുടെ വിശ്വാസമില്ലായ്മയാണ്. ഇവിടെ ദൂതൻ ഇറങ്ങി വന്ന് സഖറിയാവിനോട് പറഞ്ഞിട്ടും സഖറിയാവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിശ്വാസം നമ്മുടെ സംസാരശേഷി നശിപ്പിക്കുന്നു എന്ന് ഓർക്കണം. മറ്റുള്ളവരിൽ വിശ്വാസം വരാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയമുള്ളവരാകണം. നമ്മുടെ പ്രാർത്ഥന ദൈവഹിതം അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കേണ്ടതാണ്. എലിസബത്ത് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, മനുഷ്യരുടെ ഇടയിലെ നിന്ന നീക്കണം. പ്രാർത്ഥന കേട്ട ദൈവം എലിസബത്തിനെ കടാക്ഷിച്ചു, യോഹന്നാനെ നൽകി. എലിസബത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിൽ നമ്മുടെ നിന്ദകൾ മാറ്റാൻ തക്കവണ്ണമാകട്ടെ. ഒരു ദൈവികമായ എൻകൗണ്ടർ, ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ നമ്മുടെ ജീവിതത്തിലും ദൈവം ഈ ദിവസങ്ങളിൽ നൽകിത്തരട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അതീതമായി പ്രവർത്തിക്കുന്ന ദൈവിക പദ്ധതികൾ നമ്മളുടെ ജീവിതങ്ങളിൽ ആയിത്തീരട്ടെ. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ സഖറിയ പുരോഹിതനെ പോലെ മുടക്കം കൂടാതെ ചെയ്യാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു.